നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേക പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ജീവിതത്യാഗത്തിന്റെ ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2025 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയെല്ലാം ഇന്ത്യ കുതിക്കുന്നു. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ എല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയ ദിവസം കൂടിയാണ് ഓഗസ്റ്റ് 15. ജ്ഞാനാത്മത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകം, കൊള്ളിവെപ്പും, സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒഴിച്ചു പോയവരും ജനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അങ്കോളയിലെ മണ്ണിടിച്ചിൽ കാണാതായ യുവാവിന് വേണ്ടി ഒരു നാട് ഒന്നാകെ ഒരുമിച്ചു. ഇന്ത്യ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഭാരതത്തോടുള്ള teachers, parents, and all my dear friends. First of all, I wish you all a happy Independence Day. Today, we have gathered here to celebrate the 79th Independence Day of India. On 15th August, it is a very important day in the history of India. Our great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Bhagat Singh, Subhash Chandra Bose, Bal Gangadhar Tilak, Sardar Vallabhbhai Patel fought to make India free. Because of their sacrifices, we are living in a free and independent country today. On this day, we hoist the national flag, sing the national anthem, and celebrate with joy and pride. We should always respect our freedom and freedom fighters. Let us all take a pledge to be good citizens and make our country proud. Jai Hind. My name is Musahana Fatima. Today is 15th August. We are celebrating our Independence Day. I wish you all a happy Independence Day. Our great leaders, Mahatma Gandhi, Pandit Jawaharlal Nehru, Subhash Chandra Bose, fought and many others fought bravely for our freedom. Independence Day is not just a celebration. It is a reminder of our responsibility towards our country. India is growing fast in technology, space research, sports and many other fields. But we must also focus unity, equality and democracy. Let us follow path of truth and work hard to make our India stronger and more developed. Thank you all and have a nice day. ഗാന്ധി പിറന്ന മണ്ണ് നമ്മുടെ സ്വന്തം നാട്, ഇത് ഭാരതനാട്. Freedom.